ഹലോ, ഇന്നലെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ പോട്ടി ട്രെയിനിങ് ജേർണി ഷെയർ ചെയ്തിരുന്നു. ഇന്ന് ഒരു കണ്ടിന്യൂഷൻ എന്നോണം എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കുഞ്ഞ് പോട്ടി യൂസ് ചെയ്യാൻ റെഡി ആയത് എന്നാണ് പറയാൻ പോകുന്നത്. ഇന്നലെ പറഞ്ഞ പോലെ 9 മാസത്തിൽ ഞാൻ പോട്ടി വാങ്ങിയെങ്കിലും ഒരിക്കലും കുഞ്ഞിനെ ഞാൻ ഫോഴ്സ് ചെയ്തില്ല. കാരണം 1 വയസ്സിലോ 1.5 വയസ്സിലോ എൻ്റെ കുഞ്ഞ് പോട്ടി ട്രെയിൻഡ് ആകണം എന്നുള്ളത് ഒരിക്കലും ഞാനൊരു മാർജിൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ അവൻ്റെ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതായത് പോട്ടി യൂസ് ചെയ്യാൻ അവൻ റെഡി ആകുന്നുണ്ടോ എന്നുള്ളത് ഞാൻ കണ്ടിന്യൂസ്ലി നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ശ്രദ്ധിച്ചത് എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് യൂറിൻ പാസ് ചെയ്യുന്ന സമയം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആളൊരു ഹെവി വെറ്ററായിരുന്നു. അതായത് ഒരു 15-30 മിനിറ്റിലൊക്കെയാണ് മൂത്രം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എപ്പോഴാണ് യൂറിൻ പാസ് ചെയ്യുന്നതെന്ന് ഒരിക്കലും കൃത്യമായിട്ടൊരു സമയം പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. 1 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ആളിൻ്റെ ആ ഒരു ഇതിനിടയ്ക്കുള്ള ടൈം ഗ്യാപ്പ് കൂടി. അതായത് ഒരു യൂറിൻ പാസ് ചെയ്ത് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് അടുത്ത യൂറിൻ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 1.5 hours കഴിഞ്ഞാൽ അടുത്തൊരു യൂറിൻ പോകാനുള്ളൊരു ഇത് കാണിക്കുന്നുള്ളൂ എന്ന് കണ്ടപ്പോൾ ഓക്കെ, നമുക്കത് പ്രെഡിക്റ്റബിൾ ആണ്, നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കത് മനസ്സിലായി. രണ്ടാമത് നോട്ട് ചെയ്തത് മോന് ഞാൻ പറഞ്ഞല്ലോ 1 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു ഷോർട്സാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഷോർട്സ് യൂസ് ചെയ്യുമ്പോൾ ആൾ യൂറിൻ അതിന് പാസ് ചെയ്യുമ്പോൾ നനവ് തട്ടുന്നത് ഒരു പ്രശ്നമായി തുടങ്ങി എന്നുള്ളത് മനസ്സിലായി. കാരണം അപ്പോൾ തന്നെ ആൾ ഷോർട്സ് മാറ്റാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു ഞങ്ങളോട്. അത് ആ ബുദ്ധിമുട്ട് നമ്മൾ കൂടി മനസ്സിലാക്കുന്നു എന്നുള്ളത് പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തി തുടങ്ങി. മൂന്നാമത്തേത് ബാത്റൂമിലോട്ടുള്ള അവൻ്റെ ഒരു ക്യൂ ആണ്. ആക്ച്വലി നമ്മൾ പോകുന്ന കണ്ടിട്ടാണോ എന്നറിയില്ല, പക്ഷേ ആൾ ബാത്റൂം ചൂണ്ടിക്കാണിച്ചു തുടങ്ങുന്നുണ്ടായിരുന്നു. കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വയസ്സ്, അതായത് ഈ 15 മാസത്തിന് അടുപ്പിച്ച് 15 മാസമൊക്കെ ആയപ്പോൾ തന്നെ ആൾ ബാത്റൂമിലോട്ട് ചൂണ്ടിക്കാണിച്ചു തുടങ്ങും. അതിന് തൊട്ട് നിമിഷ നേരം കഴിയുമ്പോൾ ആൾ യൂറിൻ പാസ് ചെയ്യുകയോ ചെയ്യും. ആക്ച്വലി ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല, പിന്നെ പതുക്കെയാണ് മനസ്സിലാക്കി വന്നത്. ആക്ച്വലി ഇത് ആരും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരിക്കുവാണ്, ഞങ്ങൾ മിസ് ചെയ്തു ആക്ച്വലി. കാരണം ആ സമയത്ത് നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴേ ബാത്റൂമിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമാണ്. ഞങ്ങൾക്ക് മനസ്സിലായില്ല ആൾ എന്തിനാ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഒന്നും മനസ്സിലായില്ല. അത് മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും ഞാൻ അത് ചൂണ്ടിക്കാണിക്കുന്നത് നിർത്തുകയും ചെയ്തു. നാലാമത് നോട്ട് ചെയ്തത് സിറ്റിംഗ്, അതായത് മോൻ പ്രോപ്പറായിട്ട് ഇരിക്കാൻ ഓക്കെ ആയോ എന്നുള്ളതാണ്. ഇരിക്കാൻ ആക്ച്വലി കുട്ടികളൊക്കെ 7-8 മാസം ആകുമ്പോഴത്തേക്കൊക്കെ നന്നായിട്ട് ഇരുന്ന് തുടങ്ങുമെങ്കിലും ഞാൻ നോക്കിയത് ആക്ച്വലി അവന് തനിയെ അതിനകത്ത് ഇരിക്കാൻ പറ്റുമോ നടന്ന് വന്ന്. അപ്പോൾ കാരണം നടക്കാനൊക്കെ തുടങ്ങി 1 വയസ്സ് കഴിഞ്ഞ് പിന്നെ വീണ്ടും ബാലൻസ് ആയി തുടങ്ങാൻ തന്നെ കുറച്ച് സമയം എടുത്തു. ഇപ്പോഴാണ് ഒന്ന് ബാലൻസ് നന്നായിട്ട് അതായത് വീഴാതെ ഓടാൻ പറ്റുന്നത്. മറ്റേതൊരു ബാലൻസിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആളിനെ തനിയെ ബാലൻസ് ചെയ്യാണ്ട് അവൻ തന്നെ തനിയെ അതിനകത്ത് ഇരിക്കാൻ പറ്റും എന്നുള്ളൊരു സ്ഥിതിയാവാൻ ഞാൻ ഉറപ്പ് നോക്കിയായിരുന്നു. എനിക്ക് എന്നോട് തന്നെ എനിക്ക് എന്നെ പ്രൗഡായി തോന്നുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ ഫോഴ്സ് ചെയ്തിട്ടില്ല പോട്ടിയിൽ പോകണം, ഇങ്ങനെ എന്നെ പോകണം എന്നുള്ളത് ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോഴൊരു സമാധാനമായിട്ടുള്ള കാര്യമാണ്. എന്നോട് ഇതിലൂടെ കടന്നു പോകുന്ന എല്ലാ പേരൻസിനോടും പറയാനുള്ളത് ടൈം കൊടുക്കുക കുഞ്ഞിന്. കാരണം ഓരോ കുഞ്ഞും ഡിഫറൻറ്റ് ആണ്. അവർ മനസ്സിലാക്കി ആ പേസിലെത്താൻ ഓരോ സമയമായിരിക്കും എടുക്കുന്നുണ്ടാവുക. അവരായിട്ട് മനസ്സിലാക്കി വരുമ്പോഴത്തോടുകൂടി നമ്മളെ സമീപിക്കുമ്പോൾ നമ്മളത് ഗൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരിക്കലും ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളൊരു ആവശ്യം അവിടെ വരുന്നില്ല. അതാണ് കുറച്ചുകൂടി ഈസി ജേർണി എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നാളെ ഞാൻ എങ്ങനെയാണ് പോട്ടി ട്രെയിനിങ് പോട്ടി എടുത്ത് വെച്ചിട്ട് പിന്നെ അതിൽ ട്രെയിൻ ചെയ്യിച്ചത് എങ്ങനെയാണെന്നുള്ളത് നാളെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ബൈ, താങ്ക് യു.